പൊതിച്ചോറ്. കഥ എഴുതിയത് വാസൻ വീരച്ചേരി. ശബ്ദം ജയശ്രീ രാജേഷ്. ഏതോ വലിയ ഒരു ദൗത്യം പൂർത്തിയാക്കിയ സംതൃപ്തിയോടെ കൈകൾ കഴുകി തുടച്ച് പ്രകാശൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ആ കാഴ്ച അവൻ്റെ കണ്ണിലുടക്കിയത്. ആ നിമിഷം അവൻ്റെ രക്തം തിളച്ചു. വിറയ്ക്കുന്ന കൈകളോടെ മൊബൈൽ എടുത്ത് അവൻ സുഹൃത്തിനെ വിളിച്ചു. ഡാ രാജു, നീ എവിടെയാ? എന്താടാ? ഞാൻ പണിസ്ഥലത്താണ്. ഇവിടെ ഒരുത്തൻ നമ്മൾ ഇന്ന് ചോര നീരാക്കി വിതരണം ചെയ്ത പൊതിച്ചോറ് വാങ്ങി കാക്കകൾക്ക് എറിഞ്ഞു കൊടുക്കുന്നു. മനുഷ്യന്റെ വിലയറിയാത്ത ഇങ്ങനെയുള്ളവന്മാരെ വെറുതെ വിടാൻ പാടില്ല. നീ വേഗം വാ. നിമിഷങ്ങൾക്കുള്ളിൽ രാജു പാഞ്ഞെത്തി. ദൂരെ നിന്ന് പ്രകാശൻ ആ ചെറുപ്പക്കാരനെ ചൂണ്ടിക്കാണിച്ചു. അവൻ അപ്പോഴും ശാന്തനായി ഭക്തിയോടെ എന്ന പോലെ ഓരോ ഉരുളയും പകുത്ത് കാക്കകൾക്ക് നൽകുകയായിരുന്നു. ഇരു കണ്ണുകളിലും രോഷം അഗ്നിയായി പടർന്ന പ്രകാശനും രാജുവും അവനടുത്തേക്ക് പാഞ്ഞു ചെന്നു. എന്താടാ നീ കാണിക്കുന്നത്? രാജുവിൻ്റെ അലർച്ചയോടുള്ള ചോദ്യത്തിനൊപ്പം അവൻ്റെ കൈകൾ ജിത്തുവിൻ്റെ തോളിൽ കനത്തിൽ അമർന്നു. അപ്രതീക്ഷിതമായുണ്ടായ ശബ്ദം കേട്ട് ഭയന്ന കാക്കക്കൂട്ടം കരഞ്ഞുകൊണ്ട് നാലുപാടും ചിതറിപ്പറന്നു. ഞാൻ ഈ ചോറ് കാക്കകൾക്ക്. ജിത്തുവിൻ്റെ വാക്കുകൾ ഭയം കൊണ്ട് വിറച്ചു. കാക്കകൾക്കോ? നിന്റെ അപ്പൻ്റെ വകയാണോ ഈ അന്നം? പ്രകാശൻ അവൻ്റെ കയ്യിലിരുന്ന പൊതിച്ചോറ് പിടിച്ചു വാങ്ങാൻ ആഞ്ഞു. പിടിവലിക്കിടയിൽ ജിത്തു നിലത്തേക്ക് വീണുപോയി. വിശക്കുന്ന ആയിരങ്ങൾ ഇവിടെ നരകിക്കുമ്പോഴാണോ നിന്റെ ഈ കാക്കദാനം? നിനക്ക് ബിരിയാണി മാത്രമേ തൊണ്ടയിൽ നിന്നിറങ്ങൂ എന്നുണ്ടോടാ? ജിത്തു നിറഞ്ഞ കണ്ണുകളോടെ മണ്ണിലിരുന്ന് കൈകൾ കൂപ്പി. വിറയ്ക്കുന്ന സ്വരത്തിൽ അവൻ പറഞ്ഞു തുടങ്ങി. ചേട്ടാ, എനിക്ക് വിശക്കാഞ്ഞിട്ടല്ല. അമ്മയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് ഒരാഴ്ചയായി. എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാനുമേയുള്ളൂ. അച്ഛൻ മരിച്ചിട്ട് വർഷങ്ങളായി. ഈ ഉച്ചയ്ക്ക് കിട്ടുന്ന പൊതിച്ചോറാണ് ഞങ്ങളുടെ വിശപ്പടക്കുന്നത്. ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് അവൻ തുടർന്നു. ഇന്ന് ഒരു പൊതി അഴിച്ച് ഞാൻ അമ്മയ്ക്ക് വാരിക്കൊടുത്തു. ചോറിലെ ആ തേങ്ങ അരച്ച തെരണ്ടിക്കറിയുടെ മണമടിച്ചപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത് നിന്റെ അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു മോനെ. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എത്ര ആർത്തിയോടെ കഴിച്ചേനെ എന്ന് പറഞ്ഞ് അമ്മ തേങ്ങിക്കരഞ്ഞു. അച്ഛൻ പോയ ശേഷം അമ്മ അച്ഛനെ കുറിച്ച് ഇത്രയും സംസാരിക്കുന്നത് ആദ്യമായാണ്. ജിത്തുവിന്റെ തേങ്ങൽ ചുറ്റുമുള്ള അന്തരീക്ഷത്തെ നിശബ്ദമാക്കി. അമ്മയെ കഴിപ്പിച്ചിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കത് തൊണ്ടയിൽ നിന്നിറങ്ങിയില്ല ചേട്ടാ. കറി പുരണ്ട ആ ചോറുരുളയ്ക്ക് എൻ്റെ അച്ഛൻ്റെ ഗന്ധമായിരുന്നു. അച്ഛൻ കൈ നീട്ടി എൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ തോന്നി. അച്ഛൻ എങ്ങനെയാ മരിച്ചത് എന്ന് പോലും എനിക്ക് ശരിക്കറിയില്ല. പക്ഷേ മരിച്ചുപോയവർ കാക്കകളുടെ രൂപത്തിൽ വരുമെന്ന് അമ്മ പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് ഓരോ ഉരുളയും കൊത്തിപ്പറന്ന ആ കാക്കകളെ കണ്ടപ്പോൾ എൻ്റെ അച്ഛൻ വിശപ്പടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അവർ കഴിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു ചേട്ടാ. പ്രകാശിൻ്റെയും രാജുവിൻ്റെയും കൈകൾ അറിയാതെ താഴ്ന്നു. തങ്ങൾ കാണിച്ച അന്ധമായ രോഷം അത്ര വലിയ തെറ്റായിരുന്നു എന്നോർത്ത് കുറ്റബോധം കൊണ്ട് അവരുടെ ഉള്ളു പൊള്ളി. ജിത്തുവിൻ്റെ വസ്ത്രത്തിൽ പുരണ്ട മണ്ണും അവൻ്റെ കണ്ണീരും കണ്ടപ്പോൾ അവർ തല താഴ്ത്തി നിന്നുപോയി. ജിത്തുവിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ അവർക്ക് സഹിച്ചില്ല. പ്രകാശൻ മുന്നോട്ടാഞ്ഞ് അവനെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് തോളോട് ചേർത്ത് നിർത്തി. പോട്ടെടാ, നീ കരച്ചിൽ നിർത്ത്. ഞങ്ങൾക്ക് വലിയ തെറ്റുപറ്റി. നീ വായോ, നമുക്ക് വല്ലതും കഴിക്കാം. പ്രകാശൻ അവനെയും കൂട്ടി ഹോസ്പിറ്റൽ വരാന്തയിലേക്ക് നടന്നു. അവിടെ പാത്രങ്ങൾ കഴുകി ഒതുക്കുന്ന കുമാരേട്ടനോട് പ്രകാശൻ ചോദിച്ചു. കുമാരേട്ടാ, എല്ലാം കഴിഞ്ഞോ? ഇനി വല്ലതും ബാക്കിയുണ്ടോ? അയ്യോ, എല്ലാം കഴിഞ്ഞല്ലോ മോനെ. എന്തേ, നിനക്ക് വേണമായിരുന്നോ? കുമാരേട്ടൻ തൻ്റെ സഞ്ചിയിൽ നിന്നും ഒരു പൊതി എടുത്തു. ഒരു പൊതി ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചതുണ്ട്. സാരമില്ല, നീ ഇത് കഴിച്ചോ. എനിക്കിപ്പോൾ അത്ര വിശപ്പില്ല. കുമാരേട്ടൻ വച്ചു നീട്ടിയ പൊതിയഴിച്ച് ആ തെരണ്ടിക്കറി ഒഴിച്ച് കുഴച്ച് പ്രകാശൻ ആദ്യത്തെ ഉരുള ജിത്തുവിൻ്റെ വായിൽ വെച്ചു കൊടുത്തു. അത് ചവച്ചിറക്കുമ്പോൾ ജിത്തുവിൻ്റെ കണ്ണുകൾ കുമാരേട്ടൻ്റെ തളർന്ന മുഖത്തേക്ക് നീണ്ടു.
തൻ്റെ വിശപ്പ് മറന്നാണ് ആ വൃദ്ധൻ തങ്ങൾക്ക് ഈ ആഹാരം നൽകിയതെന്ന് തിരിച്ചറിഞ്ഞ ജിത്തു ആ ചോറിൽ നിന്നും ഒരു വലിയ ഉരുളയെടുത്ത് വിറയ്ക്കുന്ന കൈകളോടെ ആ ഉരുള കുമാരേട്ടന്റെ ചുണ്ടുകൾക്ക് നേരെ നീട്ടി. സ്നേഹം ചാലിച്ച ആ ചോറുരുള ജിത്തുവിന്റെ കയ്യിൽ നിന്ന് കുമാരേട്ടൻ വാങ്ങി കഴിക്കുമ്പോൾ ആ വൃദ്ധന്റെ കണ്ണുകളിലും ഈറനണിഞ്ഞിരുന്നു. വിശപ്പിനേക്കാൾ സ്നേഹത്തിന് വിലയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം ദൂരെ എവിടെയോ ഒരു കാക്ക ശബ്ദമുയർത്തി ആകാശത്തേക്ക് പറന്നുപോയി.